കേരള രാഷ്ട്രീയത്തിൽ അരാഷ്ട്രീയം എന്ന മുഖാവരണം അണിഞ്ഞ് രംഗപ്രവേശനം നടത്തിയ 2020 എന്ന പരീക്ഷണം ഒടുവിൽ ഇഡി നോട്ടീസിന് മുന്നിൽ തകർന്നു വീണ രാഷ്ട്രീയ നാടകമായി മാറുകയാണ്. കോടികളുടെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമായതിനു പിന്നാലെ 2020 പാർട്ടി NDA മുന്നണിയിലേക്ക് ചാടിക്കയറിയത് ശുദ്ധമായ ഭയപ്പാടിന്റെ ഫലമാണെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആരോപിച്ച കാര്യമാണ്. 2020 പാർട്ടിയെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ പാർട്ടി ചീഫ് കോർഡിനേറ്ററായ സാബു M ജേക്കബ് സ്ഥാനം രാജിവെച്ച് പുറത്തു പോകുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട ഷിയാസ് ED നോട്ടീസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് സാബു BJPക്ക് മുന്നിൽ കീഴടങ്ങിയതെന്നാണ് തുറന്നടിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടനയായ RSS നിയന്ത്രിക്കുന്ന BJPയുടെ ഭാഗമാകാൻ സാബു തീരുമാനിച്ചത് രാഷ്ട്രീയ ബോധ്യത്തിലല്ല, ഭയത്തിലൂടെയാണെന്നും ഷിയാസ് പറയുന്നുണ്ട്. കിറ്റക്സ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കോടികളുടെ വിദേശ നിക്ഷേപത്തിൽ ഫെമ ചട്ടലംഘനം ആരോപിച്ച് ED കേസെടുത്തപ്പോഴാണ് 2020യുടെ NDA രംഗപ്രവേശനം ഉണ്ടായത്. ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ 3 തവണ നോട്ടീസ് നൽകിയിട്ടും സാബു നേരിട്ട് ഹാജരാക്കാൻ തയ്യാറായിട്ടില്ല. പകരം 3 തവണയും ഹാജരായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. സാബു തന്നെ നേരിട്ട് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് ED നിലപാട് കടുപ്പിച്ചപ്പോഴാണ് 2020 പെട്ടെന്ന് BJPയുമായി സഖ്യം പ്രഖ്യാപിച്ചത്. ED നടപടി ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് NDA പ്രവേശനം എന്നത് ആദ്യം സംശയകരമായിരുന്നെങ്കിലും ഇപ്പോൾ അത് ഉറപ്പായി. EDയെ പേടിച്ചാണ് സാബു BJPയിൽ ചേർന്നതെങ്കിൽ ഇതിലപ്പുറം നാണക്കേട് വേറെയില്ല. നിലപാടില്ലാത്ത ഒരാളുടെ രാഷ്ട്രീയ പിന്മാറ്റമാണ് ഇതെന്ന് വേണം പറയാൻ. ഇത്രയും കാലം രാഷ്ട്രീയ നേതാക്കളെയും പൊതുപ്രവർത്തകരെയും അഴിമതിക്കാരാണെന്ന് വിളിച്ച് അധിക്ഷേപിച്ച വ്യക്തിയാണ് ഇപ്പോൾ BJPക്ക് അടിയറവ് പറഞ്ഞിരിക്കുന്നതെന്നും രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ കരിനിയമങ്ങൾ ചുമത്തി ജയിലിൽ അടയ്ക്കുന്നവർക്കൊപ്പമാണ് സാബു കൈകോർത്തിരിക്കുന്നതെന്നും ഷിയാസ് വിമർശിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളോടെ തന്നെ 2020 എന്ന പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടതായും ഷിയാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മത്സരിച്ച പലയിടങ്ങളിലും കെട്ടിവെച്ച പണം പോലും ലഭിക്കാത്ത അവസ്ഥയായിരുന്നു 2020ക്ക്. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ കൂട്ടരാജികളും പൊട്ടിത്തെറികളുമാണ്. ഈ സാഹചര്യത്തിൽ 2020 പിരിച്ചുവിടുന്നതാണ് ഉചിതമെന്നും DCC അധ്യക്ഷൻ പറയുന്നുണ്ട്. BJPയിലേക്കൊന്നും പോകില്ലെന്ന് പലവട്ടം പറഞ്ഞ സാബു ഒരു സുപ്രഭാതത്തിൽ BJPയുടെ സഖ്യകക്ഷിയായി മാറിയത് 2020ൽ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് തന്നെ പറയണം. ആ പാർട്ടി രാഷ്ട്രീയമായി അവസാനിച്ചുവെന്ന് സാരം.